ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നെയ്യാറസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് സംശയം കേട്ടോ. കാരണം ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ സാധാരണ എല്ലാ വീഡിയോസിലും മിക്കതും ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതത്ര സ്യൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് സിമ്പിളായിട്ട്, അതായത് എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് നിങ്ങൾ മിക്ക ഷോർട്സിലും കണ്ടിട്ടുണ്ടാവും. ആ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുടി കൊഴിയുന്നതിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് മുടി കൊഴിയുന്നത് എങ്ങനെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് ദിവസവും എത്ര മുടിയാണ് കൊഴിയുന്നതെന്ന്. അപ്പോൾ അതിന് ഒരു ഉത്തരം വേണമല്ലോ. അപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈൽ കേട്ടോ. മിക്ക ഷോർട്സിൽ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഒരു മനുഷ്യൻ്റെ തലയിൽ 1,00,000 മുടി വരെ ഉണ്ടാവും കേട്ടോ. ഇത് ഇനിയിപ്പം അത് പറയുന്നതായിട്ടിട്ട് നിങ്ങൾ ഇനി എണ്ണി നോക്കാനും നിൽക്കേണ്ട. അങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത്. ഒരു സാധാരണ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ്റെ തലയിൽ ഏകദേശം 1,00,000 മുടി ഉണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ അതിൽ നിന്ന് ഏകദേശം ഒരു ദിവസം 50 മുതൽ 100 മുടി വരെ കൊഴിയാറുണ്ട്. ഇത് നമ്മുടെ നോർമൽ കണ്ടീഷനാണ് കേട്ടോ. നോർമലായിട്ടുള്ള മുടി കൊഴിച്ചിലാണ് ദിവസം 50 മുതൽ 100 വരെ മുടി കൊഴിയുന്നത്. അപ്പോൾ നമ്മുടെ മുടി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ നീളമുള്ള മുടിയുള്ളവർക്കും അതുപോലെ തന്നെ നല്ല ഉള്ളുള്ള മുടിയുള്ളവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഹെയർ സ്റ്റൈലാണേ. അപ്പോൾ നമ്മൾ മുടി കൊഴിയുന്ന കാര്യം പറഞ്ഞു. പക്ഷേ മുടി വളരുന്നത് ഏകദേശം ഒരു ദിവസം 0.3 മില്ലിമീറ്റർ മാത്രമാണ് നമ്മുടെ മുടി വളരുന്നത്. നമ്മൾ ഹെയറിൽ എന്ത് ചെയ്താലും, തലയിൽ എന്ത് ചെയ്താലും ഈ 3 മീറ്ററിൽ കൂടുതൽ ഒരു കാരണവശാലും വളരില്ല കേട്ടോ മുടി. പറഞ്ഞ ഈ ലെങ്തിൽ, അതായത് 0.3 മില്ലിമീറ്റർ, ഈ ഒരു ലെങ്തിൽ മാത്രമേ നമ്മളെ മുടി വളരുകയുള്ളൂ. ഇതിൽ കൂടുതൽ സ്പീഡിൽ ഒരു കാരണവശാലും നമ്മുടെ മുടി വളരില്ല കേട്ടോ. നമ്മുടെ കേട്ടോ ഇതിൽ ഇടയ്ക്ക് കയറി വരുന്നുണ്ടല്ലേ ഒരു ഷോർട്സിൽ ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കേട്ടോ ഒഴിവാക്കിയാൽ കൊള്ളായിരുന്നു. പക്ഷേ ഇത് നോർമലായിട്ട് കയറി വരുന്നത് കേട്ടോ. നിങ്ങളൊന്ന് ഇപ്പോഴും വന്നില്ലേ, അവരൊന്ന് ക്ഷമിച്ചേക്കണം. കേട്ടോ വന്നു കേൾക്കുന്നവരൊന്ന് ക്ഷമിച്ചേക്കണേ. നമ്മുടെ മുടി മാക്സിമം എത്ര വരെ നീളം വയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ജനിതകപരമായിട്ടുള്ള ഘടകമാണ് കേട്ടോ. അതായത് ജനറ്റിക് ആയിട്ടുള്ള കാര്യമാണ്. പാരമ്പര്യമായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ടെൻഡൻസി, ജനറ്റിക് പരമായിട്ടുള്ള ഒരു ടെൻഡൻസി കിട്ടിയിട്ടുണ്ടാവും. നല്ല മുടിയുള്ള, ഇപ്പോൾ അച്ഛൻ്റെ വീട്ടിലോ അമ്മയുടെ വീട്ടിലോ ആർക്കെങ്കിലും നല്ല മുടി ഉണ്ടെങ്കിൽ ആ ഒരു പാരമ്പര്യം നമുക്കും കിട്ടിയിട്ടുണ്ടാവും. എൻ്റെ അമ്മയുടെ അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ, എൻ്റെ അറിവിൽ അങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ, ഒരു 50 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ മുടിക്ക് നല്ല നീളമുണ്ട്, പക്ഷേ അത് നല്ല നരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു മുടിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ പാരമ്പര്യമായി കിട്ടുന്ന മുടി, അതായത് എൻ്റെ അമ്മയ്ക്കും എൻ്റെ വലിയമ്മയ്ക്കൊക്കെ നല്ല മുടിയുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പ്രായമായപ്പോൾ മുടിയെല്ലാം നശിച്ചു പോയി, അതായത് കൊഴിഞ്ഞു പോയി. അതുപോലെ തന്നെ എൻ്റെ വലിയമ്മയുടെ മോക്കും ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും ഇപ്പോൾ മുടി അധികം ഇല്ല. അപ്പോൾ നമ്മുടെ എത്രത്തോളം കെയർ ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ മുടി നല്ല ആരോഗ്യത്തോടെ അതേ കട്ടിയിലും അതേ ഒരു ടെക്സ്ചറിലും നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ട് മുടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അത് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിലും ഒരു പ്രത്യേകതയുണ്ട്. പാരമ്പര്യമായിട്ട് മുടി വയ്ക്കാത്ത, അതായത് മുടി ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു കാരണവശാലും മുടി നീളം വയ്ക്കത്തില്ല, അതായത് മുടി കാണത്തില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നോർമലി 50 മുതൽ 100 വരെ മുടി ഒരു ദിവസം കൊഴിഞ്ഞു പോകാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കൊഴിഞ്ഞു പോകുന്ന മുടിയെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ഒരു 50 മുടി കൊഴിഞ്ഞു പോയാൽ ആ മുടി കൊഴിയുന്നത് നമുക്ക് നോർമലി കാണാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ചിലപ്പോൾ കുളിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, കുളിക്കുമ്പോൾ തറയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ തൂക്കുന്ന സമയത്ത് തറയിൽ കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ കിടക്കയിൽ, തലങ്ങണയിലും കിടക്കയിലൊക്കെ നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടാവും. അതായത് മുടി അവിടെ ആയിട്ടൊക്കെ കിടക്കുന്നത് കാണാം. അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ എടുത്തിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഭക്ഷണത്തിലും കാണും. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു സംശയമാണ് നമ്മുടെ മുടി കൊഴിയുന്നത് നോർമലായിട്ടാണോ അതോ അബ്നോർമലായിട്ടാണോ എന്ന് നമുക്ക്. കാരണം കൊഴിയുന്ന കാര്യം നമുക്ക് കാണാനോ ഒന്നും പറ്റുന്നില്ല, അതായത് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കോമ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കൈ ഉപയോഗിച്ച് ഉടക്ക് കളയുമ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് നമ്മുടെ കയ്യിൽ വരാറുണ്ട്. അപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല കറക്റ്റായിട്ട് എത്ര മുടിയാണ് കൊഴിയുന്നത്, ഇത് നോർമലാണോ അബ്നോർമലാണോ എന്ന്. നോർമലായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ മുടി ചീകുന്ന സമയത്തോ കുളിക്കുന്ന സമയത്തോ, സാധാരണ ചീകുന്ന സമയത്ത് അറിയാമല്ലോ, നമ്മൾ കെട്ടെല്ലാം കളയുന്ന സമയത്ത് ഇങ്ങനെ ഉടക്കിറക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എത്രത്തോളം മുടി വരുന്നു എന്നതനുസരിച്ചിട്ട് നമുക്ക്
ഇത് നോർമലാണോ അബ്നോർമലാണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ഇത് നീളമുള്ള മുടിയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞിട്ട്. പക്ഷേ ഇത് നോർമലി പുരുഷന്മാരിൽ, അതായത് മുടിയുടെ നീളം കുറവുള്ള ആൾക്കാരിൽ ഇത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നോക്കുക, അതായത് പുരുഷന്മാരെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സാധാരണയെക്കാളും കൂടുതലായിട്ട് നമ്മുടെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടോ, അതായത് നമ്മൾ കോമ്പൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പുറത്തേക്കൊക്കെ വീഴുന്നുണ്ടോ, അല്ല എങ്കിൽ നമുക്കൊരു കഷണ്ടി പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ, ബാക്കിലത്തെ മുടിയൊക്കെ ഒന്ന് എന്താ പറയുക, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ചിലവർക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ഈ പുരുഷന്മാരിലെ മുടി കൊഴിച്ചിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ, ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ നമ്മൾ കെട്ടുന്ന സമയത്ത്, ഇപ്പോൾ പിന്നിടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതുപോലെ കെട്ടുന്ന സമയത്ത് നമുക്ക് ഇത് പിടിക്കുമ്പോൾ അറിയാം. ഇപ്പോൾ ഞാൻ ഇത് ഇത്രയും പിടിച്ചപ്പോൾ നോർമൽ, അതായത് ഇത്രയും ഉണ്ട്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇത് പിടിച്ചിട്ട് ഇത്ര ഇല്ല എങ്കിൽ അപ്പോഴും നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ മുടി നോർമലിനേക്കാളും കൂടുതലായിട്ട് കൊഴിഞ്ഞു പോകുന്നുണ്ടെന്ന്. തന്നെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ബാത്റൂമിലൊക്കെ കുളിച്ച് കഴിഞ്ഞാൽ തറയിൽ നമുക്ക് നല്ല രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് നമുക്ക് അപ്പോഴവിടെ വെച്ച് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ തല നമ്മൾ തുടയ്ക്കുന്ന സമയത്ത് നമ്മുടെ തോർത്തിൽ, അല്ലെങ്കിൽ നമ്മൾ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ തുണിയിൽ ധാരാളമായിട്ട് മുടി ഇരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യമായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമെന്ന് പറയുന്നത് പാരമ്പര്യം തന്നെയാണ് കേട്ടോ. നമുക്ക് ആദ്യം കുഞ്ഞിലെ മുടി ഉണ്ടായിരുന്നു, പക്ഷെ പാരമ്പര്യമായിട്ട് മുടി ഇല്ല എങ്കിൽ അത് പിന്നെ നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് മുടി കൊഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് പാരമ്പര്യമെന്ന് മൊത്തത്തിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. മുടി ഉള്ളവരും, അതായത് പാരമ്പര്യമായിട്ട് മുടി ഉള്ളവർക്കും ഇതുപോലെ മുടി കൊഴിച്ചിലുണ്ടാകാറുണ്ട്. നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നതെന്ന് വെച്ചാൽ വയസ്സാകുമ്പോൾ, അതായത് ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ മുടി സാധാരണ നിലയിൽ നിന്ന് നല്ല രീതിയിൽ കൊഴിഞ്ഞു തുടങ്ങുമെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മുടി കൊഴിച്ചിൽ മാറുമെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇത് സത്യമല്ല. തലയിൽ ധാരാളമായിട്ട് എണ്ണ തേക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മലയാളികളല്ലേ. അപ്പോൾ നമ്മൾ എണ്ണ ഉപയോഗിച്ചാൽ മാത്രം നമുക്ക് മുടി കൊഴിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല കേട്ടോ. മുടിയിൽ എങ്ങനെ, അതായത് നമ്മുടെ സ്കാൽപ്പിൽ എങ്ങനെ എണ്ണ അപ്ലൈ ചെയ്യണം എന്നതും കൂടെ ഇതിൽ കണക്കാക്കേണ്ട കാര്യമാണ്. അതായത് നമ്മൾ സ്കാൽപ്പിൽ കൊടുക്കുന്ന മസാജ്, ഇപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അത് നല്ല രീതിയിൽ നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മുടി കൊഴിച്ചിൽ മാറുമെന്ന് ഞാൻ പരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് എണ്ണയുടെ ഒരു കാര്യം കൊണ്ടല്ല, നമ്മൾ തലയിൽ കൊടുക്കുന്ന ഒരു മസാജിൻ്റെ ഒരു ഗുണം കൊണ്ടാണ് കേട്ടോ. നമ്മൾ നല്ല രീതിയിൽ മസാജ് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യും. ആ ഒരു കാര്യം കൊണ്ടാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറിയിട്ട് പുതിയതായിട്ടുള്ള ചെറിയ ചെറിയ മുടികൾ കിളിർത്ത് വരുന്നത്. അതിന് എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത്, താരൻ പ്രതിരോധിക്കുക, അതായത് താരൻ കുറയാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ച് കഴിഞ്ഞാൽ താരൻ കുറയുമെന്നാണ്. പക്ഷേ അതും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ കുറച്ച് എന്താ പറയുക, മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ളതാണല്ലോ. അത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ താരൻ മറിഞ്ഞിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ നമ്മുടെ താരൻ കുറയുന്ന ഒരു എഫക്റ്റ് ഉണ്ടാകുന്നില്ല. തലയിൽ ധാരാളം എണ്ണ തേക്കുമ്പോൾ അത് നമ്മുടെ താരൻ കൂടാൻ വേണ്ടിയിട്ട്, തലയിൽ താരൻ അമിതമായി കൂടാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ചെറിയൊരളവിൽ മാത്രം 2-3 ദിവസത്തിലൊരിക്കൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പുറത്തേക്കൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം നമ്മൾ എണ്ണ എന്നും തേച്ച് കുളിക്കുന്നത് ഒഴിവാക്കുക. ആഴ്ചയിൽ 2 ദിവസമായിട്ട് മാത്രം തലയിൽ എണ്ണ തേച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. അതായത് പുറത്തേക്കൊക്കെ പോകുമ്പോൾ പൊടിപടലങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മുടെ തലയിൽ അടിഞ്ഞു കൂടിയിട്ട് താരൻ കൂടാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഡേർട്ട് ആവാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ചില ആൾക്കാരുണ്ട്, അതായത് ഈ പൊടിയായിട്ടുള്ള ജോലി, അമിതമായിട്ട് പൊടി ഏൽക്കുന്ന ജോലി ഉള്ള ആൾക്കാർ, അതായത് കൂലിപ്പണിക്കൊക്കെ പോകുന്ന ആൾക്കാർക്കൊക്കെ ധാരാളം ചെളിയും പൊടിയും ഒക്കെ അത് നമ്മുടെ സ്കാൽപ്പിൽ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അവർ ഷാംപൂസൊക്കെ ഉപയോഗിച്ച് ധാരാളം കുളിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഷാംപൂസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കാൽപ്പ് വൃത്തിയാവുകയും അതിനോടൊപ്പം നമ്മുടെ മുടി നല്ല രീതിയിൽ കൊഴിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഒരു കാരണവശാലും ഷാംപൂസ് അമിതമായിട്ട്, അതായത് ഡെയിലി ഷാംപൂസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ, അതായത് ഡെയിലി ഷാംപൂസ് ഉപയോഗിച്ചാലേ അവരുടെ മുടി വൃത്തിയാകൂ എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളി, നാടൻ താളികൾ, അതായത് ചെമ്പരത്തിയുടെ പൂവോ ഇലയോ അതൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ അരച്ച് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ ഒരു 3-4 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. അത് വച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം തണുപ്പ് മാറിയിട്ട് തലയിൽ അപ്ലൈ ചെയ്തിട്ട് ആ രീതിയിൽ ഹെയർ വാഷ് ചെയ്ത്, അതായത് സ്കാൽപ്പ് വാഷ് ചെയ്ത് നമുക്ക് നമ്മുടെ താരനെയും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിനെയും നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം മുടി വലിക്കാനോ മുടി ചീകാനോ അതുപോലെ തന്നെ മുടി കെട്ടിവെക്കാനോ പാടില്ല കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനും കൊഴിഞ്ഞു പോകാനെല്ലാം ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ മിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം അതായത് പറഞ്ഞതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.